കൊച്ചിയുടെ തിരക്കുകളിൽ നിന്ന് മാറി കടൽ അതിൻ്റെ വന്യമായ സൗന്ദര്യത്തോട് വിരിഞ്ഞു നിൽക്കുന്നൊരിടമുണ്ട്. കണ്ണമാലിയിലെ പുത്തൻതോട് ബീച്ച്. മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കാണുന്ന ആർഭാടങ്ങളോ മരക്കൂട്ടങ്ങളോ ഇവിടെ നിങ്ങളുടെ കാഴ്ച മറയ്ക്കാനില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽപ്പരപ്പും ആകാശവും പിന്നെ തിരമാലകളും മാത്രം. ഒരു ഡ്രൈവിൻ ബീച്ചിൻ്റെ എല്ലാ ആവേശവും തരുന്ന ഈ തീരം വണ്ടിപ്രേമികൾക്കും സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. കണ്ണമാലിയുടെ ഈ മനോഹരമായ തീരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. പുത്തൻതോടിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ ഉറപ്പുള്ള മണൽപ്പരപ്പാണ്. വാഹനങ്ങളുമായി തീരത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്ന കൊച്ചിയിലെ അപൂർവമിടങ്ങളിൽ ഒന്നാണ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും വണ്ടിയുമായി ഇവിടേക്ക് ഇറങ്ങാമെന്ന് കരുതരുത്. കടൽ ഉൾവലിയുന്ന സമയത്ത് മാത്രം തെളിയുന്ന ഉറപ്പുള്ള മണലിലൂടെ മാത്രമേ ഡ്രൈവിംഗ് സാധ്യമാകൂ. കടൽ കയറി നിൽക്കുന്ന സമയത്ത് മണൽ അയഞ്ഞതാകുകയും വണ്ടി പൂണ്ടുപോകാൻ സാധ്യതയേറുകയും ചെയ്യും. പ്രകൃതിയുടെ താളമറിഞ്ഞ് മാത്രം ചെയ്യേണ്ട ഒരു സാഹസികതയാണ്. തിരമാലകളെ സാക്ഷിയാക്കി ആ മണൽ പരപ്പിലൂടെയുള്ള യാത്ര നൽകുന്ന അനുഭവം മറ്റൊന്നു തന്നെയാണ്. കൊച്ചിയുടെ തീരദേശ ചരിത്രത്തിൽ കണ്ണമാലി എന്ന പേരിന് വലിയൊരു സ്ഥാനമാണ്. കണ്ണമാലി എന്ന പേര് തന്നെ ഉണ്ടായത് കടലുമായി ബന്ധപ്പെട്ടാണ്. പണ്ട് കാലത്ത് കടലാത്രക്കാർക്ക് ദൂരെയുള്ള കാഴ്ചകൾ കാണാൻ സഹായിക്കുന്ന കണ്ണ് പോലെയുള്ള ഒരു ഉയർന്ന പ്രദേശം അല്ലെങ്കിൽ ഒരു കര എന്ന അർത്ഥത്തിലാണ് കണ്ണമാലി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. ഈ പുത്തൻതോട് പ്രദേശം ഒരു കാലത്ത് ഇത്രയും വിസ്തൃതമായിരുന്നില്ല. കടൽക്ഷോഭങ്ങളും പ്രകൃതിദത്തമായ മാറ്റങ്ങളും ഈ തീരത്തെ പലപ്പോഴും മാറ്റിമറിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷവും കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന മേഖലയായിരുന്നു കണ്ണമാലി. പുത്തൻതോട് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പിന്നീട് നിർമ്മിക്കപ്പെട്ട തോടുകളും ജലപാതകളും ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. കടലിൽ നിന്ന് കായലിലേക്കുള്ള സ്വാഭാവികമായ ബന്ധവും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. പുത്തൻതോട് ബീച്ച് ഇന്നത്തെ രീതിയിലുള്ള ഒരു ഡ്രൈവിൻ ലൊക്കേഷനായി മാറിയത് അടുത്ത കാലത്താണ്. ഇവിടുത്തെ മണൽത്തെരികളുടെ പ്രത്യേക ഘടന കാരണം വെള്ളം വാർന്നു പോകുമ്പോൾ മണൽ കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നു. പണ്ട് കാലത്ത് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വള്ളങ്ങളും വലകളും കരയിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ ഉറപ്പുള്ള മണൽപ്പരപ്പാണ് ഇന്ന് വണ്ടി പ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയത്. പക്ഷേ ഏത് സമയത്തും ഇവിടെ വണ്ടി ഇറക്കാൻ കഴിയില്ല എന്നത് ഇതിൻ്റെ ഒരു പ്രകൃതിദത്തമായ നിയമമാണ്. വേലിയേറ്റവും വേലിയിറക്കവും നോക്കി മാത്രം വാഹനം ഓടിക്കാൻ സാധിക്കുന്ന ഈ തീരം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയിൽ മാത്രമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കടൽ കാണാൻ എത്തുമ്പോൾ സുരക്ഷാ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഉത്കണ്ഠാകുലരായിരിക്കും. എന്നാൽ കണ്ണമാലി പുത്തൻതോടിൽ ആ പേടിക്ക് ചെറിയൊരു ശമനമുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ഇവിടെ ലൈഫ് ഗാർഡുകൾ സദാ ജാഗരൂകരായിട്ടുണ്ട്. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ലൈഫ് ഗാർഡുകൾ ഉണ്ടെങ്കിലും കടലിൻ്റെ സ്വഭാവം ഇവിടെ പ്രവചനാതീതമാണ്. പെട്ടെന്ന് ആഴം കൂടുന്ന ഇടങ്ങൾ ഉള്ളതുകൊണ്ട് വെള്ളത്തിലിറങ്ങുമ്പോൾ അമിത ആത്മവിശ്വാസം ഒഴിവാക്കി അവർ പറയുന്ന പരിധിയിൽ മാത്രം നിൽക്കാൻ ശ്രദ്ധിക്കുക. കടൽക്ഷോഭങ്ങളും സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഈ തീരത്തെ പലപ്പോഴും പേടിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഇന്നിവിടെ സർക്കാർ നിയോഗിച്ച ലൈഫ് ഗാർഡുകളുടെ സേവനമുണ്ട്. അവർ ഈ തീരത്തിൻ്റെ കാവൽക്കാരാണ്. കടലിൻ്റെ ഓരോ സ്പന്ദനവും അറിയുന്ന അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് വൻ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ആഴമേറിയ കടലായതുകൊണ്ട് തന്നെ അവരുടെ കകണ്ണ് വെട്ടിച്ച് വെള്ളത്തിലിറങ്ങുന്നത് ഒട്ടും സുരക്ഷിതമല്ല. സൗന്ദര്യത്തിനൊപ്പം തന്നെ ഈ തീരം നേരിടുന്ന വെല്ലുവിളികളും നമ്മൾ കാണാതെ പോകരുത്. ടൂറിസം സാധ്യതകൾ ഏറെയുണ്ടായിട്ടും കൃത്യമായ സൗകര്യങ്ങൾ ഇവിടെ വേണ്ടത്ര വികസിച്ചിട്ടില്ല. ദൂരെ നിന്ന് വരുന്നവർക്ക് വിശ്രമിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഉള്ള സ്ഥിരം സംവിധാനങ്ങൾ ഇവിടെ കുറവാണ്. കടൽ തിരിച്ചറിയുന്ന മാലിന്യങ്ങൾ തീരത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്.
ഈ ബീച്ചിൻ്റെ റോ സൗന്ദര്യത്തിനൊപ്പം തന്നെ നമുക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇവിടുത്തെ കൊച്ചു കടകൾ. ആഡംബരങ്ങളില്ലാത്ത ഈ കടകളിൽ നിന്ന് ചൂട് ചായയും കടിയും വാങ്ങി കഴിച്ചിരിക്കുന്നത് പുത്തൻതോടിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. വണ്ടിയുമായി എത്തുന്നവർക്കും കുടുംബമായി വരുന്നവർക്കും ഈ കടകൾ വലിയൊരു ആശ്വാസമാണ്. വലിയ പരസ്യങ്ങളുടെ അകമ്പടിയില്ലാതെ ഈ തീരത്തിൻ്റെ തനിമ നിലനിർത്താൻ ഇത്തരം കടകൾ സഹായിക്കുന്നു. കടലിലെ ഉപ്പ് കാറ്റേറ്റ ആ ബെഞ്ചുകളിൽ ഇരിക്കുന്നത് ഏത് സമ്മർദ്ദവും മാറ്റാൻ സഹായിക്കും. ചരിത്രം പരിശോധിച്ചാൽ ഇവിടുത്തെ ജനജീവിതം പൂർണ്ണമായും കടലിനോട് മല്ലിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കടലമ്മ കനിയുമ്പോൾ ലഭിക്കുന്ന സമ്പാദ്യമാണ് ഓരോ വീട്ടിലും വിളക്കുകൾ തെളിച്ചിരുന്നത്. ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ തനിമ ഇന്നും ഇവിടുത്തെ കൊച്ചു കടകളിൽ കാണാം. ഈ ബീച്ചിനോട് ചേർന്ന് കാണുന്ന ആ ചെറിയ പെട്ടിക്കടകൾ വെറുമൊരു കച്ചവട സ്ഥാപനങ്ങളല്ല, അവ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. വടക്കേ മലബാറിലെ ഡ്രൈവിൻ ബീച്ചുകളിൽ വലിയ വാണിജ്യവൽക്കരണങ്ങൾ നടക്കുമ്പോൾ കണ്ണമാലിയിലെ ഈ കടകൾ ഇന്നും ലാളിത്യം നിലനിർത്തുന്നു. ഒരു ഗ്ലാസ് ചായയും നാടൻ പലഹാരങ്ങളും കഴിച്ചുകൊണ്ട് കടലിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ തീരത്തിരിക്കുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. കണ്ണമാലി പുത്തൻതോട് ബീച്ച് നമുക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. പ്രകൃതിയെ അതിൻ്റെ തനിമയിൽ സ്നേഹിക്കണം എന്നത്. മണൽപ്പരപ്പിലൂടെയുള്ള ആ ഡ്രൈവും ആ ചെറിയ കടകളിലെ ചായകുടി വൈബും എന്നും മനസ്സിൽ നിൽക്കുന്ന ഓർമ്മകളായിരിക്കും. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ജാഗ്രത പാലിക്കുക. ഒപ്പം ഈ തീരത്തെ മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. കണ്ണമാലി പുത്തൻതോട് ബീച്ചിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ലൊക്കേഷനുമായി വീണ്ടും കാണാം. നന്ദി. you